ഹലോ ഏതോ ജന്മകൽപ്പന പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് നമ്മുടെ അശ്വിൻ നമ്മുടെ ശ്രുതിയെ വിളിക്കാൻ വേണ്ടി തിരികെ വീട്ടിലേക്ക് വരികയാണല്ലേ. അപ്പൊ അവിടെ വന്നപ്പോഴാണ് നമ്മുടെ അശ്വിൻ അറിയുന്നത് അന്ന് ശ്രുതിയുടെ പിറന്നാളാണെന്നുള്ളത്. അപ്പൊ നമ്മുടെ അശ്വിൻ പറയാൻ വന്നതൊക്കെ മറന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് വീണ്ടും ദേഷ്യപ്പെടുക കേട്ടോ. നീ എന്താ നിന്റെ പിറന്നാൾ ഇന്നാണെന്ന് എന്നോട് പറയാഞ്ഞത്, നീ എന്താണ് എന്നോട് മറച്ചു വെച്ചത്, കമോൺ ടെൽ മീ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അശ്വിനും നമ്മുടെ ശ്രുതിയെ കണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ മെക്കിട്ട് കയറി ദേഷ്യപ്പെടാൻ തുടങ്ങുക. അപ്പൊ നമ്മുടെ അമ്മായി വന്നിട്ട് പറയുന്നുണ്ടേ, ആഹാ ഇത് കൊള്ളാലോ, സ്വന്തം ഭാര്യയുടെ പിറന്നാൾ അവള് പറഞ്ഞിട്ട് വേണോ അറിയാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മായി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ പ്രീതി ആണെങ്കിൽ അനിയത്തിയുടെ പിറന്നാളായിട്ട് ഇങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി വെക്കുവാ വീട്ടില്. അപ്പൊ നമ്മുടെ മനോരമ വന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ശ്രുതിയുടെ പിറന്നാളാണ് അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മനോരമ, ആഹാ നിന്റെ അനിയത്തിയുടെ പിറന്നാളാണല്ലേ, ഞാനിത് ആഘോഷിപ്പിക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രീതിയുടെ കണ്ണ് തെറ്റുന്ന സമയത്ത് ആ പായസത്തിൽ കുറെ ഉപ്പ് കോരി ഇടുന്നുണ്ടേ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ശ്രുതിക്കൊപ്പം വരുന്ന ആ ഒരു സദ്യയൊക്കെ കഴിക്കുന്ന നമ്മുടെ അശ്വിനെ തന്നെയാട്ടോ. അപ്പൊ നമ്മുടെ അമ്മായി ഇങ്ങനെ പറയുന്നുണ്ട്, സ്വന്തം ഭാര്യയുടെ പിറന്നാളിന് രണ്ട് വാക്ക് നല്ലത് അവളോട് പറയാൻ വേണ്ടി ആരെങ്കിലും പഠിപ്പിച്ചു തന്നോ മോനെ, ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അശ്വിനെ നമ്മുടെ അമ്മായി കുറെ ഉപദേശിക്കുന്നുണ്ടേ. ലാസ്റ്റ് ഇവരിന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കും കേട്ടോ. അപ്പൊ ഫുഡ് കഴിക്കുന്ന ടൈം മുഴുവനും നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കുന്നേ ഇല്ലാട്ടോ. അപ്പൊ ശ്രുതിക്ക് ആകപ്പാടെ നാണം വരുവാട്ടോ. അങ്ങനത്തെ ഒരു അടിപൊളി നിമിഷമാട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.